ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ക്യാരറ്റ് ഓയിലിൻ്റെ റെമഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരറ്റ് ഓയിൽ എങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കേട്ടോ. ഈ ഒരു ക്യാരറ്റ് ഓയിലിൻ്റെ റെമഡി ഒത്തിരി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലർ വെച്ചിട്ട് ബാക്കി ചെയ്തതൊന്നും എനിക്കിഷ്ടമായില്ല. ആ ഒരു ഓയിലൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ തലയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഞാൻ ആരെയും മോശമാക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ അല്ല. എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ഓരോ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് അവർക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെയും ഞാൻ മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പോൾ ആ കാണിക്കുന്ന വീഡിയോ ആ ഒരു കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യുന്നുണ്ട്, അതല്ല ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ഉണ്ട്. ഏതായാലും അത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, കാരണം അതിനകത്ത് കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഓരോ വീഡിയോസിന് താഴെ കമൻറ്റിൽ വന്നിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കോക്കനട്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ചോട്ട് ഫേസിൽ. അപ്പം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ല നോർമൽ സ്കിന്നായാലും കോമ്പിനേഷൻ സ്കിന്നായാലും ഓയിലി സ്കിന്നാണെങ്കിലും ആർക്കായാലും ഈ ഒരു നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അത് നിങ്ങൾ എങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്താലും അല്ലാതെ ഫ്രൈ ചെയ്തെടുത്താലും നിങ്ങൾ ഒരിക്കലും അത് ഉപയോഗിക്കരുത്. ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹെവി ആയിട്ടുള്ളൊരു ഓയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസും അതുപോലെ തന്നെ ആ ഒരു ചെറിയ തരിതരിയായിട്ടുള്ള കുരുക്കളില്ല അതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വരും കേട്ടോ. അത് ഉപയോഗിച്ചവർക്ക് അറിയാം. അപ്പോൾ ദയവ് ചെയ്ത് ആരെങ്കിലും ആ ഒരു ക്യാരറ്റ് ഓയിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ നമ്മുടെ ക്യാരറ്റും കോക്കനട്ട് ഓയിലും വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഓയിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. നമ്മുടെ ക്ലോഗിനെയൊക്കെ പോസ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ഫേസിൽ ചെറിയ സുഷിരങ്ങളുണ്ട് കേട്ടോ, ആ സുഷിരങ്ങളിൽ ഈ ഒരു എണ്ണ പോയി അടഞ്ഞു നിന്ന് അത് ആ ഒരു സുഷിരത്തിന് അടച്ചു വെക്കുമ്പോഴാണ് നമുക്ക് അവിടെ പിമ്പിൾസും കുരുക്കളും തരിതരിയായിട്ടുള്ള കുരുക്കളൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും ഡ്രൈ സ്കിന്ന് അവരൊഴിച്ചിട്ട് ബാക്കി ആരും തന്നെ അത് ഫേസിൽ ഉപയോഗിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഹെയറിൽ ഉപയോഗിച്ചോളൂ, നല്ലതാണ്. ക്യാരറ്റ് ഓയിൽ വെച്ചിട്ട് നമ്മൾ തലയിൽ ഉപയോഗിക്കും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മുടി വളരാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വരാനൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു എണ്ണയാണത്. പക്ഷെ ദയവ് ചെയ്ത് ആരും ഈ പറഞ്ഞ അല്ലാത്ത സ്കിൻ ടൈപ്പ് ആരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ആ ഒരു കോക്കനട്ട് ഓയിൽ വെച്ച് ക്യാരറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അത് ഉപയോഗിക്കരുത്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ശരിയായ രീതിയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്കത് ഫേസിൽ എങ്ങനെ നമുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോനകത്ത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമുക്ക് പച്ചയായിട്ടും ഉപയോഗിക്കാം, അതല്ല നമുക്ക് ഇതുപോലെ ഡ്രൈഡ് ആക്കിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ ക്രീമിനകത്ത് ഒഴിച്ചിരുന്ന ആ ഒരു ക്യാരറ്റ് ഓയിൽ ഞാൻ പച്ചക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് ഓയിലാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡ്രൈഡ് ആയിട്ടുള്ള ആ ഒരു ക്യാരറ്റ് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ഇതുപോലെ ഒരു ദിവസം നമുക്ക് വെയിലത്ത് വെച്ചാൽ മതി, അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ വെച്ചിരുന്നാലും മതിയാകും കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ചൊന്ന് ഉണക്കം കൂടിപ്പോയി, സാരമില്ല. നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരൊറ്റ ദിവസം വെച്ചിരുന്നാൽ മതിയാകും. പച്ചയായിട്ടാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞതും ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ടവലും എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഈർപ്പം നന്നായിട്ട് തുടച്ചെടുക്കുക. എന്നതിന് ശേഷം വേണം നമുക്കൊരു എണ്ണ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാം. ഈ ഒരു എണ്ണ ഞാൻ കോക്കനട്ട് ഓയിലല്ല ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയവർ ദയവ് ചെയ്ത് താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാൻ മറക്കെടുത്തിട്ടോ. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിലും ചീത്തയായാലും ചിലർക്ക് ചിലപ്പോൾ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റൻ ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ട് വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓയിൽ ഞാൻ 2 ബോട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എത്രത്തോളം ഞാൻ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. 1/2 കുപ്പി ആയിട്ടുണ്ട് ഈ ഒരു കുപ്പിക്കകത്ത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പച്ചയായിട്ടുള്ള ആ ഒരു ക്യാരറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, നന്നായിട്ട് ഈർപ്പൊക്കെ കളഞ്ഞതിന് ശേഷം. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നത്. അതിനകത്തേക്കാണ് ഈ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ക്യാരറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ബൗൾ എടുക്കാം. നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് ഇതങ്ങ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ആ ഒരു സ്റ്റീൽ ബൗൾ നല്ല വലുതായിട്ട് എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മുടെ വെള്ളം അതിനകത്തേക്ക് കയറാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് അങ്ങ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ഡ്രൈഡ് ക്യാരറ്റ് ഇതിനകത്തേക്ക് ഫില്ലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാര്യം ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ അത്രമാത്രം മതിയാകും കേട്ടോ. നിങ്ങൾക്ക് നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും വൈറ്റ് ചെയ്യാനും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്.
അല്ല ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഓറഞ്ചിൻ്റെ ആ ഒരു പീൽ പൗഡറും കൂടി ചേർക്കുമ്പോൾ നമുക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് ആമണ്ട് ഓയിൽ ആണ്. ഈ ഒരു ആമണ്ട് ഓയിൽ നമ്മൾ എത്ര മാത്രമാണോ ആ ക്യാരറ്റ് ഫില്ലാക്കിയിരിക്കുന്നത് അതിന് മീതെ വന്ന് നിൽക്കുന്ന അളവിൽ വേണം ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും തന്നെ നമ്മുടെ ഈ ഒരു ആമണ്ട് ഓയിൽ നമ്മുടെ സ്പോർട്സിന് ക്ലോഗ് ചെയ്തിട്ട് നമുക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ തരിതരായിട്ടുള്ള ആ ഒരു കുരുക്കൾ വരുന്നതായിട്ട് ഒന്നും തന്നെ പ്രശ്നം ഉണ്ടാക്കില്ല ഇവിടെ. പക്ഷെ നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരല്ല, നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിനെ ക്ലോഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിമ്പിൾസും ആ ഒരു തരിതരായിട്ടുള്ള കുരുക്കളൊക്കെ വരും കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് ആരും തന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഡ്രൈ സ്കിന്നുകാർ ഒഴിച്ച് ബാക്കി ആരും തന്നെ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഇതുപോലെ ആമണ്ട് ഓയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നന്നായിട്ട് അങ്ങ് ചൂടാക്കുകയാണ്. ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് അത്രമാത്രം വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് നന്നായിട്ട് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാനുണ്ട്. നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കൂട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. എന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടങ്ങ് നമുക്കിതങ്ങ് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് സമയം കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ക്യാരറ്റ് ഓയിൽ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അരിച്ചു മാറ്റി വെക്കണം കേട്ടോ. ഈ ഒരു ഓയിൽ നമ്മൾ അരിച്ചു മാറ്റുന്ന സമയത്ത് ആ ഒരു ബൗൾ ഒട്ടും തന്നെ നനവ് പാടില്ല. നനവില്ലാത്തൊരു ക്ലീൻ ബൗളിൽ വേണം നമ്മളിത് അരിച്ചു മാറ്റാനായിട്ട്. ഈ ഒരു ഓയിൽ നമുക്കൊരു 3-4 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്രൈഡ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിതൊരു 3-4 മാസം ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെല്ലാം റോ ആയിട്ടാണ് പച്ചക്കായിട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം ഏറിപ്പോയി 2 മാസം കേട്ടോ. അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യത്തിൽ ഒരു 8 മാസം കൊണ്ട് തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് നോക്കുക. അതും പച്ചയായിട്ട് ചെയ്യണമെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടെന്ന് പ്രത്യേകിച്ച് സമയവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.